അതിർത്തി കടന്നുള്ള കുഴൽപ്പണവേട്ടയിൽ കൊഴിഞ്ഞാമ്പാറ പോലീസ് 40 ലക്ഷം രൂപ പിടികൂടി. ബൈക്കിന്റെ പെട്രോൾ ടാങ്കിനുള്ളിൽ പ്രത്യേകം സജ്ജീകരിച്ച രഹസ്യ അറയിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച പണമാണ് കടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിലെ സാംഗ്ലി സ്വദേശി വിശാൽ കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലക്കാട് നടുപ്പുണ്ണി ചെക്ക് പോസ്റ്റിന് സമീപം പതിവ് വാഹന പരിശോധനയ്ക്കിടയിലാണ് സംഭവം. ബൈക്കിലെത്തിയ വിശാൽ കുമാറിന്റെ പെരുമാറ്റത്തിൽ അസാധാരണത്വം തോന്നിയതിനെ തുടർന്ന് പോലീസ് വാഹനം വിശദമായി പരിശോധിച്ചു. തുടർന്നുള്ള പരിശോധനയിൽ പെട്രോൾ ടാങ്കിന്റെ ഉൾഭാഗത്ത് വിദഗ്ധമായി നിർമ്മിച്ച രഹസ്യ അറ കണ്ടെത്തുകയും അതിൽ സൂക്ഷിച്ചിരുന്ന പണം പിടിച്ചെടുക്കുകയും ചെയ്തു. പിടിച്ചെടുത്ത പണവും ബൈക്കും കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. മലയാളം ടെലിവിഷൻ, പാലക്കാട്. സ്വർണം വാങ്ങി, പക്ഷെ ബില്ല് വാങ്ങിയില്ല. അയ്യോ, കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട, GST ലാഭിക്കാന്നൊക്കെ. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നത്. നാളെ ഒരു നിയമം വരും. ഒറ്റ രാത്രി കൊണ്ട് 1000-ന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ, അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടല്ലേ. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. Safa Gold and Diamonds, different by design.